എന്ത് വിമർശനം ഉണ്ടായാലും എന്ത് കാര്യം ഉണ്ടായാലും അത് പാർട്ടി ഘടകത്തിനകത്ത് പറയണം. പാർട്ടിക്ക് വെളിയിൽ പറയാൻ പാടില്ല. പാർട്ടിക്ക് വെളിയിൽ പറഞ്ഞാൽ അത് പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമാണ് എന്ന് പഠിപ്പിച്ച ആളാണ് ഞാൻ. ഇന്ന് ഞാൻ പറഞ്ഞ സഹോദരൻ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങൾ പാർട്ടിക്കകത്തേ പറയേണ്ടത് പറയാതെ പുറത്ത് പറയാൻ പാടില്ല. പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ ഈ പാർട്ടിയുടെ ഒരു തരത്തിലുള്ള നയത്തിനും സംഘടനാ രീതിക്കും അതുപോലെ തന്നെ എൻ്റെ ധാർമ്മികതക്കും ചേരാത്ത സംഭവം ഉണ്ടാകും പാർട്ടിക്കകത്ത് ഞാൻ നിരന്തരമായി പറഞ്ഞു. ഒരു ഫലവുമില്ല. അവസാനത്തെ ഉദാഹരണമായി പറഞ്ഞു, സെക്രട്ടേറിയറ്റും DC-യും മണ്ഡലം കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റികളും ആകെയും പറഞ്ഞിട്ടും ഒരു ഫലവുമില്ല. പിന്നെ എന്ത് പാർട്ടിക്ക് പുറത്തകത്ത് പറഞ്ഞിട്ട് കാര്യം? അതുകൊണ്ട് ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാണ്, ഇത് പാർട്ടിക്കകത്ത് പറഞ്ഞുകൊണ്ട് ഫലമില്ലാതെ എനിക്ക് ബോധ്യം വന്നു. ഈ 60 വർഷക്കാലം പ്രവർത്തിച്ചൊരു പാർട്ടിയിൽ എനിക്ക് ബോധ്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇത് ഇപ്പോഴാണോ നിങ്ങൾക്ക് ബോധ്യം വരുന്നതല്ല, ചില സന്ദർഭമുണ്ട്. പക്ഷേ അന്നേരം ഞാൻ പൊരുതി, അകത്ത് നിന്ന് പൊരുതി. ഇപ്പോൾ തീർച്ചയായിട്ടും അകത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഇത് തെളിയിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചു, ഇനി ഈ അവസാന കാലത്ത് ഇത്തരത്തിലുള്ള നീതികേടിന് കൂട്ട് നിന്നിട്ട് നിങ്ങൾ വലിയ നേതാവായി നടക്കുന്നല്ലോ എന്ന് എന്നോട് നമ്മുടെ സഹാക്കൾ ചോദിക്കാതിരിക്കാനെങ്കിലും ഈ അനീതിയെ ചോദ്യം ചെയ്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ ആ പുറത്തു പോയിക്കോട്ടെ എന്ന നില വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെ പരസ്യമായി ചോദ്യം ചെയ്യാൻ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കാനും ജനങ്ങൾ പാർട്ടിയെ തിരുത്തിക്കട്ടെ. ഈ പാർട്ടി ഉണ്ടാകണം കേരളത്തിൽ. ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ഒരു കാരണവശാലും ദുർബലപ്പെട്ടു പോകരുത് എന്ന് കരുതുന്നവരാണ് ഞാൻ. ഇതുവരെ നമ്മൾ കോൺഗ്രസ് നേതാവ് വേണുഗോപാൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ട് പാർട്ടി CPM തകരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനെല്ലാം ജീവൻ കൊടുത്ത് വളർത്തിയിട്ടുള്ള പാർട്ടിയാണ് ഇത്രയും കാലം. അതുകൊണ്ട് പാർട്ടി ദുർബലപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാർട്ടിയെ തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ അനീതി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ കേരളത്തിലെ പാർട്ടി ദുർബലപ്പെടും, തകരും. നിങ്ങൾ നോക്കണം, ഈ പറയുന്ന തളിപ്പം ഇപ്പം നടന്നു എന്ന് പറയുന്ന ഈ അനീതി ചെറിയ കാര്യമല്ല. ഇത് ഒരു തളിപ്പം മാത്രമല്ല, എല്ലാ കാര്യം ഞാനോട് പറയുന്നില്ല. സംസ്ഥാനത്തെ വിവിധ സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ പ്രവണത ഇല്ല എന്നുള്ളത് കാണാൻ കഴിയും. അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് പാർട്ടി ആകെ അങ്ങനെയാണെന്ന് വരുത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ തളിപ്പറമ്പിൽ നടന്നത് നീതികേടാണ്, പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് ചേരാത്തതാണ്, പാർട്ടിയുടെ സംഘടനാ രീതിക്ക് ചേരാത്തതാണ്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ എതിർക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. പല എതിർപ്പും നടത്തി അവസാനം എതിർക്കാൻ പിന്നെ പരാജയപ്പെടും തോന്നിയ ഘട്ടത്തിൽ തന്നെയാണ് മാഷോട് തന്നെ പറഞ്ഞു, മാഷെ ഞാനില്ല, ഇതിനോട് യോജിക്കാനൊക്കെ ആവില്ല, ഞാനിത് പാർട്ടിയായിട്ടുള്ള എൻ്റെ ബന്ധം വിച്ഛേദിക്കാനാണ്, പരസ്യമായി പറയാനാണ്, ജനങ്ങളോട് പറയാനാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അത് പറയാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ തീരുമാനത്തിൽ പ്രതിഷേധിക്കാൻ ഞാൻ വേണ്ടി വന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് ഇതിനെ ഞാൻ പ്രതിഷേധിക്കും. ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, സ്വാഭാവികമായിട്ടും നമ്മുടെ സഹകരണ ഭാഗത്ത് നിന്ന് വരാൻ വേണ്ടി പോകുന്ന കാര്യമുണ്ട്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, പാർലമെൻ്ററി വ്യാമോഹി അതാണല്ലോ പറയാം. എനിക്ക് വയസ്സ് 75 കഴിഞ്ഞു. അടുത്ത പാർട്ടി കോൺഗ്രസ് കൂടി ഞാൻ പാർട്ടി പ്രവർത്തനം വിട്ടുകണ്ട ആളാണ്. ഇപ്പോൾ പാർലമെൻ്ററി വ്യാമോഹം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ഥാനം മോഹിച്ച് ഒരു നേതാവിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല. എന്നെ മെമ്പറാക്കണം, എന്നെ MLA ആക്കണം, എനിക്ക് ചെയർമാൻ സ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ വളരെ ആരാധ്യരെന്ന് കരുതുന്ന വളരെ വേണ്ടപ്പെട്ട ആളോട് ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും അല്ല, എനിക്കിനി പാർട്ടി സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ എനിക്കൊരു സ്ഥാനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ പല സ്ഥാനങ്ങളും ഇല്ലെന്ന് ഇപ്പോൾ ഇന്ന് ഞാൻ കേട്ടു. ചില ആളുകൾ പ്രചരണം നടത്തുന്നത് മാഷക്ക് എത്ര സ്ഥാനങ്ങളിൽ ഈ കാലഘട്ടത്തിൽ കിട്ടിയ സ്ഥാനം എന്താ നിങ്ങളറിയോ? നിങ്ങളും അറിയണമല്ലോ. എന്നറിയോ? ഒന്ന് ബാങ്ക് പ്രസിഡന്റ്, അതായത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും, GP ജില്ലാ സെക്രട്ടറി ആയിരിക്കും. കണ്ണൂർ കാർഷിക ബാങ്കിൻ്റെ പ്രസിഡന്റ്. ബാങ്കിൻ്റെ പ്രസിഡന്റാകാൻ ഏരിയ സെക്രട്ടറി ഒന്നും വേണ്ട. ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ എത്രയോ എൻ്റെ ബാങ്ക് പ്രസിഡന്റുമാരാണ്. എനിക്ക് കിട്ടിയൊരു ബാങ്ക് പ്രസിഡന്റ്. പിന്നെ കിട്ടിയെന്താ അറിയോ? അതൊന്നും തന്നെ
ക്ലേസ് ആൻഡ് സിറാമിക്സിൻ്റെ ചെയർമാൻ. എന്താ അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഒരു ദിവസം പോലും ജോലിയില്ല, തൊഴിലാളികൾ പട്ടിണിയിൽ, ആത്മഹത്യയുടെ വക്കിൽ, ആരും എടുക്കാൻ തയ്യാറില്ലാണ്ട് നിൽക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് നിങ്ങൾ ഈ ചൈന ക്ലൈൻ്റെ ചെയർമാനായി ചുമതല എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ മടിച്ചു, ഞാൻ എടുത്തില്ല.